ഇറാനുമായി സമാധാന ചർച്ചകൾ തുടരുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ഇറാഖിലെ ഖസർ തുറമുഖത്തിന് സമീപം കച്ചവട കപ്പലിന് നേരെ ആക്രമണം നടന്നതായി IRGC. MSC സിരിക്സ് എന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തി എന്നാണ് IRGCയുടെ അവകാശവാദം. ഐസൺ ജോസുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ. ഐസൺ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചയെന്ന നിലയിലാണോ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം? ഒപ്പം ഈ കപ്പൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് IRGC പറയുന്നത് എന്താണ്? ഗൗതം, തീർച്ചയായും ഈ കപ്പലാക്രമണം സംബന്ധിച്ച് ഒരു പ്രതികരണം IRGCയുടെ ഭാഗത്തു നിന്ന് വരുന്നത് തങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു ആക്രമണത്തിന് പ്രതികാരം ചെയ്തതാണ് എന്നാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തോട് ചേർന്ന് ആ തുറമുഖത്തേക്ക് വരികയായിരുന്ന ലിയാൻ സ്റ്റാർ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് US വിമാനത്തിൽ നിന്നും ഈ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇതിനൊരു പ്രതികരണം എന്നോണമാണ് ഇപ്പോൾ ഈ സരിസ്ക എന്ന് പറയുന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുതന്നെയാണ് IRGC സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അത് ഇറാഖിലെ ഒരു പോർട്ടിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കപ്പലിന് കാര്യമായ കേടുപാടുകൾ, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രതികാരമായ അല്ലെങ്കിൽ തിരിച്ചടി എന്ന നിലയിലാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് IRGCയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം ഇതിന് പിന്നാലെ, അല്ലെങ്കിൽ ഇത് ഈ സംഭവവികാസങ്ങൾക്ക് അനുബന്ധമായി തന്നെ ഉണ്ടായത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ട്രംപിൻ്റെ ചില നിരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ചില നിലപാടുകളാണ്. ട്രംപ് പറയുന്നത് സമാധാന ചർച്ചകൾ തുടരുകയാണ്, വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന രീതിയിൽ 2 സെൻറ്റൻസിൽ മാത്രമാണ് ഈ സമൂഹമാധ്യമ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, ചർച്ചകൾ തുടരുന്നുണ്ട്, ദീർഘകാലം എടുത്താലും അന്തിമ ചർച്ചയിലേക്കാണ്, പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിന് നീക്കങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ചർച്ചകൾ തുടരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾക്ക് വഴങ്ങാത്തൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ ട്രംപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നേരത്തെ പീറ്റ് ഹെഗ്സെത്ത് കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണോ അമേരിക്ക പ്രവർത്തിക്കുക, അതിൻ്റെ ചുമതല വഹിക്കുന്ന രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ആക്രമണ സാധ്യത തള്ളിക്കളയാത്ത നിലപാടുണ്ടാവുകയും ചർച്ചകൾ തുടരുകയും ചെയ്യുന്നു എന്ന ഒരു കൃത്യമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ചർച്ചകൾ ഇനിയും തുടർന്ന് ഒരു അന്തിമ തീരുമാനത്തിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിലപാട് ട്രംപ് അറിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ഒരു സമാധാന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. ഗൗതം, പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന് IRGCയും വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെ ആക്രമണം മറുഭാഗത്ത് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഐസനാണ് വിശദാംശങ്ങൾ നൽകിയത്.